ലൈഫിൽ ഒരു നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ചിലപ്പോൾ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിക്കാലം നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവാം, ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവാം. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ വേറെ ആളുകൾ ചിലപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് കൂടുതൽ ഡ്യൂട്ടീസ് കിട്ടുന്നുണ്ടാവാം. ഇതേ സമയം തന്നെ നിങ്ങൾ യെസ് പറയുമ്പോഴും പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. എങ്ങനെയപ്പം ഉള്ളിൽ നോ പറയണം എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ നമുക്കത് പറ്റില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, പിന്നെ അയാൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവോ, അയാൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കും, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ വേട്ടയാടും. ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു റിക്വസ്റ്റിന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിന് നോ പറയുമ്പോൾ അതേ സമയം തന്നെ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് യെസ് പറയുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന്, എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. പിന്നീട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരാളോട് നോ പറയുമ്പോഴും ഒരിക്കലും അയാൾക്ക് നിങ്ങളോട് ആ സമയത്ത് ഒരു അതൃപ്തി തോന്നുമെങ്കിൽ പോലും അയാൾ നിങ്ങളെ അങ്ങനെ വെറുക്കോ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. നോ പറയുമ്പോൾ കഴിയുന്നതും അതിന്റെ കാരണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മാന്യമായ രീതിയിൽ, അയാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയാൻ ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ ബോസ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉള്ള മറ്റു ജോലികളെ കുറിച്ച് അയാളോട് സംസാരിക്കാം. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ നോ പറയാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ധൈര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ആൻഡ് ഫീൽ പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്.